നാം എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നവരാണ്. പ്രാർത്ഥനയിലൂടെ, ഗാനങ്ങളിലൂടെ, സ്തുതിസ്തോത്രങ്ങളിലൂടെ, വായി തുറന്നും കൈയടിച്ചും വാദ്യോപകരണങ്ങളുടെ താളം മേളങ്ങളോടെയും, പ്രത്യേകിച്ച് വിശുദ്ധ സഭായോഗങ്ങളിൽ നാം നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്നു. നമ്മുടെ നാവ് കൊണ്ടും കൈകൊണ്ടും ഹൃദയം കൊണ്ടുമൊക്കെ നാം ദൈവത്തെ ഇങ്ങനെയൊക്കെ ആരാധിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്കവനെ ആരാധിക്കുവാൻ കഴിയുന്നുണ്ടോ? A.W. ടോസർ പറഞ്ഞതത്രേ, ഇഫ് യുവർ ലൈഫ് ഡസ് നോട്ട് വർഷിപ്പ് ഗോഡ്, യുവർ ലിപ്സ് ഡു നോട്ട് വർഷിപ്പ് ഗോഡ് either. നിങ്ങളുടെ ജീവിതം ദൈവത്തെ ആരാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആധരങ്ങളും ദൈവത്തെ ആരാധിക്കുന്നില്ല. ആഴ്ചയിൽ ഒരിക്കലായിരിക്കാം എല്ലാവരും ഒരുമിച്ചുകൂടി നാം പരിചയിച്ചിട്ടുള്ള പൊതു ആരാധനയ്ക്കായി തയ്യാറാകുന്നത്. എന്നാൽ ആഴ്ചയിലെ എല്ലാ ദിവസവും നാം ജീവിതം കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാതലായ അന്തസത്ത സമർപ്പണമാണ്. ആ സമർപ്പണം എല്ലാ ദിവസവും നാം ആചരിക്കേണ്ടതത്രേ. ഈ സമർപ്പണം ഒരു ആരാധനയാണ്. റോമർക്കെഴുതിയ ലേഖനം 12-1 സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ക്രിസ്തുവിൻ്റെ ജീവൻ വഹിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം ആരാധനയാണ്. വിശുദ്ധിയോടെയുള്ള ദൈനംദിന ജീവിതം ഒരു ആരാധനയാണ്. ദൈവരാജ്യത്തെയും അവിടുത്തെ നീതിയെയും മുൻനിർത്തി നാം ചെയ്യുന്നതെന്തും അവൻ അർപ്പിക്കുന്ന ആരാധനകളാണ്. സോ വെദർ യു ഈറ്റ് ഓർ ഡ്രിങ്ക് ഓർ വാട്ട് എവർ യു ഡു ഓൾ ടു ദി ഗ്ലോറി ഓഫ് ഗോഡ്. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. നാം നമ്മുടെ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, അവനെ അനുസരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം അവനെ ആരാധിക്കുന്നു. ട്രൂ വർഷിപ്പ് ഈസ് എ ക്രൈസ്റ്റ് സെൻറ്റേർഡ് ലൈഫ് സ്റ്റൈൽ. സത്യാരാധന ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിത രീതിയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, അവർ ലൈഫ് ഈസ് അവർ വർഷിപ്പ്. നമ്മുടെ ജീവിതം നമ്മുടെ ആരാധനയാണ്. ചുരുക്കത്തിൽ, ജീവിതം ആരാധനയും ആരാധന ജീവിതവുമായിരിക്കണം. ഹൃദയം കൊണ്ടും ജീവിതം കൊണ്ടും ദൈവത്തോട് നമുക്ക് കൂടുതൽ അടുക്കാം. പള്ളി ഭക്തിയേക്കാൾ ദൈവഭക്തിയെയും പള്ളി ആരാധനയേക്കാൾ ജീവിതം കൊണ്ട് ആരാധിക്കുവാനും നമുക്ക് പ്രിയപ്പെടാം. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.